السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് വെറുപ്പുൽപാദനം എന്നത്. ഏതെല്ലാം തലത്തിൽ പരസ്പരം അകറ്റിയും ഭിന്നിപ്പിച്ചും സാഹചര്യങ്ങളെ സങ്കീർണമാക്കാൻ അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സംഗമിക്കുന്ന ഈ സംഗമത്തിൽ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്തെ ഏതൊരു ഭീകര പ്രത്യയശാസ്ത്രം എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു മതരാഷ്ട്രവാദം ഉണ്ടാകും. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി പരിചയപ്പെടുത്തപ്പെട്ടവരാണ് ജൂതന്മാർ. ഒരു വേള ലോക സമൂഹത്തിൻ്റെ കാരുണ്യത്തോടെയുള്ള നോട്ടം മാത്രമായിരുന്നു യഹൂദ വിഭാഗത്തോട് നിലനിന്നു പോന്നിരുന്നത്. ഗ്യാസ് ചേമ്പറുകളിൽ വലിച്ചിഴക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. ഹിറ്റ്ലറുടെ കിരാതമായ നരവേട്ടയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു ജനതയായിരുന്നു അവർ. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം കഥകൾ മാറി. ഇന്ന് യഹൂദ ലോകത്തെ നോക്കി സഹതപിക്കാൻ ലോകത്ത് ഒരാളെ സംബന്ധിച്ചും സാധിക്കുകയില്ല. നിരന്തരം വേട്ടയാടപ്പെട്ട ഒരു ജനത പീഡിതൻ്റെ, അരികുവൽക്കരിക്കപ്പെടുന്നവൻ്റെ വേദനകളും നൊമ്പരങ്ങളും നഷ്ടപ്പെടുന്നവൻ്റെ കരച്ചിലുകളുമൊക്കെ സ്വജീവിതം കൊണ്ട് അനുഭവിച്ച ഒരു ജനവിഭാഗം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരരായി മാറി. ലക്ഷോപലക്ഷം, ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളെ പോലും നിരന്തരമായി കൊന്നൊടുക്കുന്ന ഒരു ജനവിഭാഗം എന്ന രൂപത്തിൽ യഹൂദ സമൂഹം പരിചയപ്പെടുത്തപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഫലസ്തീൻ അതിൻ്റെ നേർസാക്ഷ്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യമുണ്ട്. ജനോസൈഡ് അഥവാ വംശീയ ഹത്യക്ക് വിധേയമാക്കപ്പെട്ട ഒരു സമൂഹം, നിരന്തരം വേട്ടയാടപ്പെട്ട ഒരു സമൂഹം, ജർമ്മനിയിൽ സമൂലമായി തുടച്ചു നീക്കുവാനുള്ള ശ്രമം നടത്തി അതിൻ്റെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും അനുഭവിച്ച ഒരു സമൂഹം എങ്ങനെയാണ് ഇന്ന് ഇത്രയും ക്രൂരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ അവരെ രൂപപ്പെടുത്തപ്പെട്ടത്? ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വംശഹത്യക്ക് വിധേയമാക്കപ്പെട്ട ഒരു സമൂഹം, ഒരു ജനത, കാലങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള വംശഹത്യ നടത്തുന്ന രൂപത്തിൽ പ്രാകൃത മനസ്സിൻ്റെ ഉടമകളായി മാറുന്ന കാഴ്ച ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ യഹൂദ ലോബി ഇത്രമാത്രം
ക്രൂരമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടു. അതിനുത്തരം തേടുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, ഓരോ യഹൂദിയുടെയും ഓരോ ജൂതൻ്റെയും ഉള്ളകത്തേക്ക് ഇട്ടുകൊടുത്ത തങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ജൂതരാഷ്ട്രം എന്ന മതരാഷ്ട്രവാദം. കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ കിങ്ഡം എന്ന ലോക സംവിധാനം അത് രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി, അഥവാ യേശുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ലോകത്തെ പ്രാപ്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ് ഒരു ഇസ്രയേൽ എന്ന രാജ്യമാക്കി പരിവർത്തിപ്പിക്കണമെന്ന അജണ്ട ഒരു സമൂഹത്തിൻ്റെ തലയിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്ര നിർമ്മാണം, ജൂതരാഷ്ട്ര നിർമ്മാണം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് അവർ മാറുകയും നൂറ്റാണ്ടുകളായി ഫലസ്തീൻ്റെ മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ കൊന്നു തീർക്കാൻ മടിയില്ലാത്ത സമൂഹമായി അവർ മാറി. മറ്റൊരു ഉദാഹരണം നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യം. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ എന്ന ഈ രാജ്യത്തെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് മതങ്ങളുടെ നാട് എന്നാണ്. എല്ലാ മതങ്ങളെയും സ്വീകരിച്ച, എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട, അഭയാർത്ഥികളെ സ്വീകരിച്ച ഒരു വലിയ രാജ്യമായിക്കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ നമുക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ട ഹിന്ദുത്വ എന്ന ഒരു കൺസെപ്റ്റ്, ഇന്ത്യ എന്നത് ഒരു ഹിന്ദു രാജ്യം എന്ന ഒരു കൺസെപ്റ്റ് ഗോൾവാൾക്കറിലൂടെ അതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി. ഹെഡ്ഗവാറിനെ പോലെയുള്ള ആളുകൾ അത് സമൂഹ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ ജനമനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്ത് അതൊരു പ്രത്യയശാസ്ത്രമായി മാറിയപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഫാഷിസം ഉയർക്കൊണ്ടത്. കലാപങ്ങളുടെയും ഫുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ കഥ പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോക സമൂഹത്തിൻ്റെ മുന്നിൽ മതങ്ങളെ മടിയിൽ താലോലിച്ച് വളർത്തിയ ഒരു രാജ്യമെന്ന രൂപത്തിൽ ഇന്ത്യയെ പരിചയപ്പെടുത്തപ്പെട്ടിടത്ത് നിന്ന് മാറി ഇന്ത്യ എന്നാൽ അതൊരു ഹിന്ദു രാജ്യമാക്കണം എന്ന അജണ്ടയോടുകൂടി ഒരു സംഘം ആളുകൾ വർക്ക് ചെയ്തപ്പോൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വർത്തമാനം മാറി പകരം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് ഇന്ത്യയുടെ പേരിൽ തന്നെ ഉയർക്കൊണ്ടു. അതാണ് ഇന്ത്യൻ ഫാഷിസം. ഇനി മതമില്ലെന്ന് പറയുന്ന കമ്മ്യൂണിസം ആകട്ടെ, കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ റഷ്യയുടെ മണ്ണിൽ അവർ നടത്തിയ നരനായാട്ട് ഉട്ടോപ്പിയ എന്ന ഒരു രാഷ്ട്രസങ്കല്പം രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന് അതിനനുസരിച്ച് മുതലാളിയും തൊഴിലാളിയുമില്ലാത്ത ഒരു രാഷ്ട്ര സംവിധാനം, എല്ലാവരും സാമ്പത്തിക സമത്വത്തിൽ ജീവിക്കുന്നൊരു രാഷ്ട്ര സംവിധാനം എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന മതരാഷ്ട്രം എന്ന് പറയാൻ പറ്റില്ല, കമ്മ്യൂണിസം ഒരു മതമാക്കി കണ്ട് ആ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കൺസെപ്റ്റ്. അതിലൂടെ നിരന്തരമായ നരനായാട്ടുകൾ അവർക്ക് നടത്തേണ്ടി വന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ കലാപങ്ങളുടെ ഇല്ലാതാക്കലുകളുടെ നശിപ്പിക്കലുകളുടെയൊക്കെ പിൻപുറം പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്ക് ഈ രൂപത്തിലുള്ള കൺസെപ്റ്റുകൾ കാണാൻ സാധിക്കും. ഇസ്ലാമിക സമൂഹത്തിലും അത്തരത്തിലുള്ള ചിന്തകൾ രൂപപ്പെട്ടു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട ഒരു ചിന്താ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന് രൂപം കൊടുക്കുന്നത് ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ കടന്നു വന്ന
ചില സങ്കല്പങ്ങളാണ്, കൺസെപ്റ്റുകളാണ്. 1903 ജനിക്കുകയും 1979 അമേരിക്കയിൽ വെച്ചുകൊണ്ട് മരിക്കുകയും ചെയ്ത അബുൽ അഅല മൗദൂദി. ഈ അബുൽ അഅല മൗദൂദിയിലൂടെ ഒരു ചിന്ത രൂപപ്പെടുകയാണ്. 1900 മുമ്പ് 1800-ലോ 700-ലോ ഒന്നും തന്നെ അത്തരമൊരു ചിന്ത ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നിട്ടില്ല. നേരെ മറിച്ചൊരു പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ പഴയ ചില ജീർണതകളെ എടുത്തുകൊണ്ടുവന്ന് അതിനെ പുനരാവിഷ്കരിച്ച് അവതരിപ്പിച്ചു അബുൽ അഅല മൗദൂദി. ഇത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അൽ ഖുർആൻ വസ്സുൽത്താൻ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഒരു ഇഖ്വാൻ സഹയാത്രികനായ ഫഹ്മി ഹുവൈദി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു കോളമിസ്റ്റ്, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അൽ ഖുർആൻ വസ്സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാചകം നിങ്ങൾക്ക് കാണാൻ കഴിയും. അക്സറു റുദൂദി ശുയൂഅൻ ബൈനൽ ഇസ്ലാമിയ്യീന അൽആൻ ഹിയ ഇബാറത്തു ഹുകൂമത്തില്ലാ അല്ലത്തി യഅതി ബിഹാ ഹിസ്ബുല്ലാ ലിതുഅല കലിമത്തുല്ലാ. ഇന്ന് ഇസ്ലാമിക ലോകത്ത് വ്യാപകമായ പല കക്ഷികൾക്കിടയിലും വളരെ വ്യാപകമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം. ആ പ്രയോഗം എന്താണ്? ഹുക്കൂമത്തുള്ള എന്ന് പറയുന്ന പ്രയോഗമാണ്, ഹാക്കിമിയത്തുള്ള എന്ന് പറയുന്ന പ്രയോഗമാണ്. ആ ഒരു പ്രയോഗം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഹാക്കിമിയത്ത് വാദിക്കുന്നത് എന്നാണ്. ഈ ഹാക്കിമിയത്തുള്ള വാദം അവതരിപ്പിച്ചുകൊണ്ട് വന്ന, അതിന് നേതൃത്വം നൽകിയ ആളാരാണ്? വഹുവ തഅബീർ അല്ലദീ സക്കഹുൽ ഫഖീഹ് അൽ പാകിസ്ഥാനി അൽ കബീർ അബുൽ അഅല മൗദൂദി. ഇന്ത്യക്കാരനായ, വിഭജനാനന്തരം പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ അബുൽ അഅല മൗദൂദി എന്ന് പറയുന്ന വ്യക്തിത്വമാണ് ഇത് അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത്. വസ്തഖ്ദമഹു വതവറഹു ഫിൽ ആലം അൽ അറബി സയ്യിദ് ഖുതുബ്. മൗദൂദിയുടെ ഈ ചിന്താഗതിയെ, ഹാക്കിമിയത്തുള്ള വാദത്തെ അറബി ലോകത്ത് ഈജിപ്ഷ്യനായ സയ്യിദ് ഖുതുബ് വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചു. അബുൽ അഅല മൗദൂദി ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങളെ സയ്യിദ് ഖുതുബ് അറബി ലോകത്തേക്ക് പകർത്തി എഴുതി. അത് വ്യാപകമായി എത്രത്തോളം ഹത്താ അസ്ബഹ യുതില്ലു സ്വറാഹത്തൻ വളിംനൻ മിൻ ബൈനി സുതൂരി കിതാബാത്തിൻ കസീറ തത്റാവഹു ബൈന റസായിലിൽ ജാമിഇയ്യത്തിൽ അദ്ദക്തൂറാത്ത് വമൻശൂറാത്തിൽ ജമാഅത്തി സിരിയ വൽ മുതതരിഫ മിൻ ഇന്തോനേഷ്യ വൽ ജസായിർ. ഇതൊരു കാലഘട്ടത്തിൽ ട്രെൻഡായി മാറി. യൂണിവേഴ്സിറ്റികളിൽ അവതരിപ്പിക്കപ്പെടുന്ന തെസീസുകളായി പോലും ഈ വാദം അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. തെസീസുകളായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, തത്റാവഹു ബൈന റസായിലിൽ ജാമിഇയ്യത്തിൽ അദ്ദക്തൂറാത്ത് വമൻശൂറാത്തിൽ ജമാഅത്തി സിരിയ വൽ മുതതരിഫ, അതിരുവിട്ടുപോയ തീവ്ര രഹസ്യ സംഘടനകൾ അവരുടെ അജണ്ടയായി ഹാക്കിമിയത്തുള്ള വാദത്തെ ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായി പ്രവർത്തിക്കുന്ന രഹസ്യ സായുധ ഗ്രൂപ്പുകൾ പോലും അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഹാക്കിമിയത്തുള്ള വാദം എടുത്തു എന്ന് മാത്രമല്ല, അത് അൾജീരിയ മുതൽ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം തീവ്ര സംഘടനകൾ അവരുടെ ആദർശമായി എടുത്തണഞ്ഞു. അപ്പൊ ഹാക്കിമിയത്തുള്ള എന്ന ഒരു വാദം പുതുതായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കി പോകുന്നതിൽ നിന്ന് വിരുദ്ധമായി ഹാക്കിമിയ സിദ്ധാന്തത്തെ അവതരിപ്പിച്ച് പുതിയ ഒരു തിയറിയായി അബുൽ അഅല മൗദൂദി അത് അവതരിപ്പിച്ചു. എന്താണ് ഈ ഹാക്കിമിയത്തുള്ള വാദം? ഇസ്ലാമിക ലോകം വളരെ മുമ്പ് തന്നെ പടിക്ക് പുറത്തു നിർത്തിയ ഷീസത്തിന്റെ ഇമാമിയ സങ്കല്പത്തെ പുനരാവിഷ്കരിച്ചുകൊണ്ട്, പുതിയ പേര് നൽകിക്കൊണ്ട്, പുതിയ അവതരണം നടത്തിക്കൊണ്ട് ഇസ്ലാമിക ലോകത്തേക്ക് കടത്തിവിടാനുള്ള ഒരു ഗൂഢമായ ശ്രമമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇവിടെ കൂടി ISMന്റെ പ്രവർത്തകരോട് ആത്മാർത്ഥമായി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ അപകടകരമായ രൂപത്തിൽ അബുൽ അല മൗദൂദി അവതരിപ്പിച്ച ഹാക്കിമിയത്തുള്ള വാദത്തെ ലോകത്ത് അൾജീരിയ മുതൽ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന തീവ്ര രഹസ്യ സംഘടനകൾ അവരുടെ മാനിഫെസ്റ്റോയായി സ്വീകരിച്ച ഈ സിദ്ധാന്തത്തെ ഇന്ന് സലഫി ലോകത്തെ കൊളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. സലഫിയത്തിൻ്റെ കുപ്പായമണിഞ്ഞ് ചില കാടുകളിലും അതുപോലെ തന്നെ ചില സെന്ററുകളിലുമൊക്കെ പ്രത്യേക കുപ്പായമിട്ടിരിക്കുന്ന ആളുകൾ മൗദൂദിയുടെ ഈ ഹാക്കിമിയത്തുള്ള വാദം പുതിയ കുപ്പിയിൽ നമുക്കിടയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും അഹ്ലുസുന്നയുടെ വാദമായിരുന്നില്ല. ഹാക്കിമിയത്ത് അറിയാത്തവരല്ല സലഫികൾ. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനും നടക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന് നെഹ്റുവിൻ്റെ നാവ് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്ത തർജുമാനുൽ ഖുർആൻ അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ഹാക്കിമിയത്തുള്ള എന്താണ് എന്ന് വളരെ സുന്ദരമായി എഴുതി പോന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഹാക്കിമിയത്ത് എന്ന്. അവിടുന്ന് മുകളിലേക്ക് സലഫി ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഹാക്കിമിയത്ത് എന്തെന്നറിയാം. അതിൽ നിന്ന് വിഭിന്നമായി ഇമാമിയ്യ സങ്കല്പത്തെ അല്ലെങ്കിൽ വിലായത്തെ ഫഖീഹ് എന്ന് പിന്നീട് ഖുമൈനിയെ പോലെയുള്ള ആളുകൾ അത് മറ്റൊരർത്ഥത്തിലേക്ക് മാറ്റിപ്പിടിച്ച സിദ്ധാന്തത്തിൻ്റെ മറുപുറമായി അതിൻ്റെ ഒരു അഹ്ലുസുന്നയുടെ വേർഷനായി അവതരിപ്പിക്കുവാനുള്ള ശ്രമം അബുൽ അല മൗദൂദി നടത്തുകയും അത് ഇസ്ലാമിക ലോകത്തേക്ക് മെല്ലെ മെല്ലെ അത് കടത്തിവിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ വാദം സമൂഹത്തിൽ ഈ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത് ഷിയായിസമാണ് അല്ലെങ്കിൽ ഷിയാ ചിന്തയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഫഹ്മി ഹുവൈദ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ തിസീസായി പോലും പല യൂണിവേഴ്സിറ്റികളിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്തോനേഷ്യ മുതൽ അൾജീരിയ വരെ വ്യാപിച്ചു കിടക്കുന്ന തീവ്ര രഹസ്യ സംഘടനകൾ ഇത് അവരുടെ മാനിഫെസ്റ്റോയായി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ബൈന ദഖല ലിംന നുസൂസി അവ്വൽ ദുസ്തൂർ പാകിസ്ഥാനി സദറ ഫീ സന 1953 1953 ആദ്യത്തെ പാകിസ്ഥാൻ ഭരണഘടനയിൽ പോലും ഇത് എഴുതി ചേർത്തു. മാത്രമല്ല, ദുസ്തൂറുൽ ഇറാനി അല്ലദീ ഉഅ്ലിന ഫീ ആം 1979 ഇറാനിൽ നടപ്പിലാക്കിയ ഇറാന്റെ ഭരണഘടനയിലും മൗദൂദിയുടെ ഹാക്കിമിയത്തുള്ള വാദം എഴുതി ചേർത്തു. നമുക്കറിയാം, ഇറാനിന്റെ ഭരണഘടനയിൽ ആ ഭരണഘടനയിൽ അവതരിപ്പിക്കപ്പെട്ടു അബുൽ അല മൗദൂദിയുടെ ഹാക്കിമിയത്തുള്ള. ഇതെങ്ങനെ ശരിയാവും? അഹ്ലുസുന്നയുടെ നിലപാടാണെങ്കിൽ ഒരിക്കലും അത് സ്വീകരിക്കില്ലല്ലോ. ഇറാനിൽ ഖുമൈനി ഒരു ഭരണഘടന കൊണ്ടുവരുമ്പോൾ ആ ഭരണഘടനയിലും മൗദൂദിയുടെ ഹാക്കിമിയത്തുള്ള അവതരിപ്പിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുതി ചേർത്തു എന്ന് പറയുന്നത് നമ്മളല്ല, നേരെ മറിച്ച് അൽ ഖുർആൻ വസുൽത്താൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഇന്ന് നിങ്ങൾക്ക് ആ പുസ്തകം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ അറബി അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 1979 ഇറാൻ ഭരണഘടനയിലും ഇത് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ആ 1970കളിൽ വളരെ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടുവന്ന ഒളിച്ചു കടത്താൻ ശ്രമിച്ച ഒരു ഏറ്റവും മോശമായ അപകടകരമായ ഒരു വാദമാണ് എന്നാണ് എൻ്റെ അർത്ഥം. ആ കാലഘട്ടത്തിൽ ഒരു മുക്കൂട്ട് മുന്നണി ഇവിടെ രൂപപ്പെട്ടു. ആ മുക്കൂട്ട് മുന്നണിയിൽ അബുൽ അല മൗദൂദി ഉണ്ടായിരുന്നു, ആയത്തുള്ള റൂഹുല്ല ഖുമൈനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വിപ്ലവം നടക്കുന്ന സന്ദർഭത്തിൽ അബുൽ അല മൗദൂദിയുടെ ആഹ്വാനമായിക്കൊണ്ട് ഒരു പ്രസ്താവന വന്നത്. എന്തായിരുന്നു ആ പ്രസ്താവന? നിങ്ങൾക്ക് കാണാൻ കഴിയും, ഷിയ പത്രത്തിൽ, തെഹ്റാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഷിയ പത്രത്തിൽ അബുൽ അല മൗദൂദിയുടെ ആഹ്വാനമായി കടന്നു വന്ന വാചകം സൗറത്തുൽ ഖുമൈനി സൗറത്തുൽ ഇസ്ലാമിയ്യ. ഖുമൈനി നടത്തുന്ന വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. വൽ ഖായിമൂന അലൈഹാ ഹും ജമാഅത്തുൻ ഇസ്ലാമിയ്യ. ഖുമൈനിയുടെ സംഘം, ഖുമൈനിയുടെ കൂടെയുള്ള ആളുകൾ, ഖുമൈനിയുടെ പാർട്ടി ജമാഅത്തുൻ ഇസ്ലാമിയ്യ ഒരു ഇസ്ലാമിക പാർട്ടിയാണ്. അപ്പൊ ഖുമൈനിയുടെ കൂടെയുള്ള ആളുകളും ഖുമൈനി നടത്തുന്ന വിപ്ലവവും ഇസ്ലാമിക വിപ്ലവമാണ്. അവർ ജമാഅത്തുൽ ഇസ്ലാമിയ്യ ഇസ്ലാമിക പ്രസ്ഥാനമാണ്.
വശബാബൻ തലഖവ തർബിയത്തുൽ ഇസ്ലാമിയ്യ ഫിൽ ഹറകാത്തിൽ ഇസ്ലാമിയ്യ. അതോടൊപ്പമുള്ള യുവഘടകം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമികമായ തർബിയത്തിലുള്ള ആളുകളാണ്. മാത്രമല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹറകാത്തുകൾ, അവരുടെ ചലനങ്ങൾ, അവരുടെ ഇടപെടലുകൾ ഇസ്ലാമികമായ ഇടപെടലാണ്. അതുകൊണ്ട് വഅലാ ജമീഅൽ മുസ്ലിമീന അമ്മ വൽ ഹറകാത്തിൽ ഇസ്ലാമിയ്യത്തി ഖാസ, മുസ്ലിം സമൂഹം മൊത്തത്തിലും അതുപോലെ തന്നെ ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ചും എല്ലാവരും ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘത്തെയും സഹായിക്കണം, അവർക്ക് പിൻബലം നൽകണം, അവർക്ക് എല്ലാ നിലക്കും ഒത്താശ നൽകണമെന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ്? അബുൽ മൗദൂദി. മനസ്സിലാക്കണം ഇതിന്റെ അപകടം എത്ര വലുത് ആണ് എന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഈ ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി, എന്താണ് അദ്ദേഹത്തിന്റെ അഖീദ, എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കണം. മൗദൂദി ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി നടത്തിയ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണെന്നും അതുകൊണ്ട് മുസ്ലിം സമൂഹം മൊത്തത്തിലും ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ചും ഈ ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനിക്ക് പിൻബലം നൽകണമെന്ന് പറയുമ്പോൾ ആരാണ് ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി? വളരെ സവിസ്തരം പ്രതിപാദിക്കേണ്ടതാണ്, പക്ഷെ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒറ്റ വാചകം, ഖുമൈനി ഫ്രാൻസിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാചകം, ബാക്കി ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ പിന്നീടാവാം. ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി ഫ്രാൻസിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രതാപത്തിൽ നിന്നുകൊണ്ട് നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇന്ന ആലമൽ ഇസ്ലാമി വഗൈറൽ ഇസ്ലാമി ലാ യഅ്തരിഫു ബിഖുവ്വതിനാ മാ ലം നുസൈതിർ അലാ മക്ക വൽ മദീന. മൗദൂദി, നിങ്ങൾ എല്ലാവരും സഹായിക്കണം, നിങ്ങൾ പിൻബലം നൽകണം, ഇസ്ലാമിക ഹറക്കാത്തുകളാണത്, ഇസ്ലാമിക സംഘമാണത് എന്ന് പറഞ്ഞ അതേ ഖുമൈനി ലോകത്തോട് പറയാൻ, സമൂഹത്തോട്, അദ്ദേഹത്തിന്റെ അണികളോട് പറയാൻ, ഇന്നൽ ആലമൽ ഇസ്ലാമി വഗൈറൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകവും ഇസ്ലാമികേതര ലോകവും ലാ യഅരിഫു ബിഖുവ്വതിനാ, നമ്മുടെ ശക്തി അവർ മനസ്സിലാക്കുകയില്ല, മാലം നുസൈതിർ അലാ മക്ക വൽ മദീന, മക്കയും മദീനയും നമ്മൾ പിടിച്ചെടുത്താലല്ലാതെ. ഇറാൻ മാത്രമല്ല, നേരെ മറിച്ച് മക്കയും മദീനയും നമ്മൾ പിടിച്ചടക്കണം. വഇന്നി ഹീനമാ അദ്ഖുലു മക്ക വൽ മദീന ഫാതിഹൻ, അങ്ങനെ മക്കയും മദീനയും പിടിച്ചടക്കി ഞാനൊരു വില്ലാളി വീരനായി വിജയപേരി മുഴക്കി കടന്നു വന്നു കഴിഞ്ഞാൽ ഫവാജിബിൽ അവ്വൽ, എൻ്റെ മേൽ ഒന്നാമത് നിർബന്ധമാകുന്നത് അൻ ഉഖ്രിജ സ്വനമൈൻ മിൻ ഖബറഹിമാ, രണ്ട് വിഗ്രഹങ്ങളെ അവരുടെ ഖബറിൽ നിന്ന് ഞാൻ എടുത്തു പുറത്തെറിയും. മക്കയും മദീനയും ഞാൻ പിടിച്ചടക്കി കഴിഞ്ഞാൽ, അവിടെ വിജയിച്ചു നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, രണ്ട് വിഗ്രഹങ്ങളെ അവരുടെ ഖബറുകളിൽ നിന്ന് നമ്മൾ പിടിച്ചു പുറത്തെറിയും. ആരാണ് രണ്ട് വിഗ്രഹങ്ങൾ? അബൂബക്കർ വ ഉമർ. മദീനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് സമീപത്തായി മറമാടിയിട്ടുള്ള ആ ഖബറുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖിനെയും ഉമറുൽ ഫാറൂഖിനെയും പിടിച്ചു ഞാൻ പുറത്തെറിയുമെന്ന് ഫ്രാൻസിൽ വെച്ചുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ച ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി. മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വളരെ മോശമായി വികൃതമായി അവതരിപ്പിക്കുന്ന, ഉമ്മുൽ മുഅ്മിനീനെ മോശമായി അവതരിപ്പിക്കുന്ന ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അത് യഥാർത്ഥ ഖുർആനല്ല, അത് ഉസ്മാൻ കൈകടത്തിയ ഖുർആനാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി. ആ ഖുമൈനി നടത്തുന്ന വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണെന്ന് അബുൽ അഅ്ല മൗദൂദി പ്രസ്താവിക്കുകയാണ്. വിലായത്തെ ഫഖീഹിനെ മറ്റൊരു രൂപത്തിൽ ഹാക്കിമിയത്തുള്ള വാദമായി മുസ്ലിം ഉമ്മത്തിനിടയിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ്. ഇത് അബുൽ അഅ്ല മൗദൂദിയിൽ നിന്ന് പകർന്നു കിട്ടിയ ആളുകൾ അവരും പ്രസ്താവിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, അക്കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ റാവൽപിണ്ടി, പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ നിന്ന് 1979 പുറത്തിറങ്ങിയ പത്രത്തിൽ അതേ മിയാൻ തുഫൈൽ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഖുമൈനി ദുനിയാ കെ മുസൽമാനോं के रहनुमामें,
ഖുമൈനി ദുനിയാ കെ മുസൽമാൻ കോ റഹ്നുമാം ഹേ, അഥവാ ലോകസമൂഹത്തിന്റെ ലോക മുസ്ലിങ്ങളുടെ നേതാവാണ് ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി. ഷിയാക്കളുടെ മാത്രമല്ല, നേരെ മറിച്ച് ദുനിയാ കെ മുസൽമാനോ, ദുനിയാവിലുള്ള സർവ മുസ്ലിമിന്റെയും നേതാവാണ് ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി. ചുരുക്കി പറഞ്ഞാൽ അബുൽ അല മൗദൂദി ആവിഷ്കരിച്ചു കൊണ്ടുവന്ന ഹാക്കിമിയത്തുള്ള വാദം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അലകും പിടിയും തകർക്കുവാൻ വേണ്ടി ഷിയാക്കൾ രൂപപ്പെടുത്തിയ വിലായത്തെ ഫഖീഹിൻ്റെ ഒരു വെർഷൻ, അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു വെർഷനാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബുൽ അല മൗദൂദി ജീവിച്ചിരിക്കുമ്പോൾ മൗദൂദിയുടെ വീട്ടിലേക്ക് കേരളത്തിൽ നിന്നൊരാൾ പോയി. ഹാജി സാഹിബ്, മുഹമ്മദ് അലി ഹാജി സാഹിബ്. മൗദൂദിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ വിഷയം അദ്ദേഹം പഠിച്ചു. മൗദൂദിയെ കൈപിടിച്ചുകൊണ്ട് ആദർശം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം കേരളത്തിന്റെ മണ്ണിലേക്ക് മടങ്ങി വന്നു. അങ്ങനെയാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം രൂപപ്പെടുന്നത്. പഞ്ചാബിലെ പത്താംകോട്ടിൽ പോയി മൗദൂദിയുടെ മുന്നിലിരുന്നു കൊണ്ട് ഈ വിഷയം പഠിച്ച് ഇത് ഉൾക്കൊണ്ട് കേരളത്തിലേക്ക് വന്ന ഹാജി സാഹിബിലൂടെ 1948 ജനുവരി 30 കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക ഒരു സംഘം രൂപപ്പെടുകയാണ്. എന്തായിരുന്നു ആ ജമാഅത്തെ ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളത്? ഒരു പുസ്തകം, ഇന്ന് നമുക്ക് വാങ്ങാനും വായിക്കാനും കിട്ടുന്ന ഒരു പുസ്തകം, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ 22ാമത്തെ പേജിൽ അവതരിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എങ്ങനെയാണ് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നോക്കിക്കാണേണ്ടത് എന്നാണ് അതിൽ വിശദീകരിക്കുന്നത്. 9 പോയിന്റുകൾ കൊണ്ടാണ് അതിനെ ഖണ്ഡിക്കുന്നത്. ആ തുടങ്ങുന്ന ഭാഗത്ത് കാണുന്നത്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു 9 കാര്യങ്ങൾ. ആധുനിക മതേതരത്വ ദേശീയ ജനാധിപത്യത്തെ സംബന്ധിച്ച് 9 കാര്യങ്ങൾ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്നാണ് മൗദൂദി പറയുന്നത്. എന്താ പ്രഖ്യാപിക്കുന്നത്? ഈ ആധുനിക മതേതരത്വ ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. 1, ഇസ്ലാമിനെതിരാണ്, ഈമാനിനെതിരാണ്. അപ്പോ ആധുനിക മതേതരത്വ ജനാധിപത്യത്തെ ഒരാൾ സ്വീകരിച്ചാൽ അവൻ ഇസ്ലാമിനെതിരാണ്, ഈമാനെതിരാണ്. മാത്രമല്ല, നിങ്ങളതിൻ്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയുന്നവരായിരിക്കും. അപ്പൊ ആധുനിക മതേതരത്വ ജനാധിപത്യത്തെ സ്വീകരിക്കുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ഖുർആൻ വലിച്ചെറിയുന്നവരായിരിക്കും. 3ാമത്തെ പോയിന്റ് പറഞ്ഞത്, നിങ്ങളതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. അപ്പോൾ ആധുനിക മതേതരത്വ ജനാധിപത്യത്തോട് ഒരാൾ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ പങ്കുവഹിക്കുകയോ ചെയ്താൽ നിങ്ങൾ മുഹമ്മദ് നബിയോട് യുദ്ധം ചെയ്യുന്ന ആളായിരിക്കും. 4, നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും. അപ്പോൾ മതേതരത്വ ജനാധിപത്യം അതിനെ നിങ്ങൾ പുൽകിയാൽ നിങ്ങൾ അള്ളാഹുവിനോട്, പടച്ചവന് നേരെ യുദ്ധം ചെയ്യുന്ന ആളുകളായി മാറും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിൻ്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന യുദ്ധത്തിലാണ്. അപ്പൊ ഇസ്ലാമും ഈ പറയുന്ന മതേതരത്വവും ജനാധിപത്യവുമായി തുറന്ന യുദ്ധത്തിലാണ്. അതിൻ്റെ മൗലിക തത്വങ്ങളും ഇതിൻ്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനമാണ്. അതിൻ്റെ ഓരോ ഘടകവും ഇതിൻ്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ്. പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റ് പോലുമില്ല, ഒരു പോയിന്റിൽ പോലും യോജിക്കുകയില്ല. ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖ മാത്രമായിരിക്കും. പറഞ്ഞാൽ ഒരു ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥിതിയിൽ ഇസ്ലാം ഉണ്ടാവില്ല, ഇസ്ലാം ഒരു ജലരേഖ മാത്രമായി മാറും. എത്ര അപകടകരമായ വാദമാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അവതരിപ്പിക്കുന്നത്. ലോകം മുഴുവനും നിങ്ങൾ മനസ്സിലാക്കി കുഫ്റിലായി എന്ന് വിചാരിക്കുക. ജനാധിപത്യ മതേതരത്വമല്ല, അത് മാറ്റി നിർത്തിയിട്ട് ലോകം മുഴുവനും കുഫ്റിലായി എന്ന് വിചാരിക്കുക. ഒരാൾ ലോകത്തൊരൊറ്റ ഒരാളേ ഉള്ളൂ മുസ്ലിം എന്ന് വിചാരിക്കുക. ആ ഒറ്റ ഒരാളിലൂടെ ഇസ്ലാം പ്രകാശിച്ചു കൊണ്ടിരിക്കും.
ഒരു വ്യവസ്ഥിതിയില്ല, ഒരു സമൂഹമില്ല, മുസ്ലിമായിട്ട് വേറൊരാളിൽ ഒറ്റൊരാൾ, അവിടെ പോലും ഇസ്ലാം ജലരേഖയല്ല, നേരെ മറിച്ച് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. എന്നാൽ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളിൽപ്പെട്ട കമ്മ്യൂണിസം പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രത്യേകത അതല്ല. ഭരണമില്ലാത്തടത്ത് ഒരിക്കലും കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല. രാഷ്ട്രമില്ലാത്തടത്ത് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിന് നിലനിൽപ്പില്ല. ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാം ഭരണമുള്ളിടത്തും ഇല്ലാത്തടത്തും. ഇനി ജനാധിപത്യമല്ല, ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യം ഉണ്ടായെന്ന് വിചാരിക്കുക, അവിടെയുമൊക്കെ ഇസ്ലാമായി നിലനിൽക്കുമെന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ ഇസ്ലാം ഒരിക്കലും വിയോജിപ്പ് പ്രകടിപ്പിക്കാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ നിലനിർത്തുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഹകരിക്കാൻ കഴിയുന്ന ആധുനിക മതേതരത്വ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനത്തെ ചൂണ്ടി അബുൽ അല മൗദൂദി കൊണ്ടുവന്ന കമന്റുകളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന പുസ്തകം കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിൽ രാജ്യം, ഇന്ത്യ രാജ്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നൊരു വാചകമാണോ ഇത് എന്ന് കോടതിയിൽ വിചാരണ ചെയ്തപ്പോൾ അബുൽ അല മൗദൂദി എഴുതിയ പുസ്തകം കോടതിയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർ അവരുടെ തനിനിറം പുറത്തെടുത്തത്. കോടതിയിൽ അവർ എഴുതി കൊടുത്തു. ആ കാലഘട്ടത്തിൽ 2009 ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന ആരിഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരടക്കം ചേർത്തുകൊണ്ട് തൻ്റെ പേരെഴുതിയിട്ട് ഒപ്പിട്ടിട്ട് കോടതിയിൽ കൊടുത്ത വാചകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പരാമർശമടങ്ങിയ പുസ്തകത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. That exhibit P2 has not been published by the third respondent but an independent publishing house. And further, the third respondent is not responsible for the views of the author. ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകമേ അല്ല, ഇതേതോ സ്വതന്ത്ര പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകമാണ്. ഇതിന്റെ പബ്ലിഷിംഗ് വിങ്ങുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ആരാ പറയുന്നത്? ആരിഫ് അലി സാഹിബ്. മാത്രമല്ല, ഇത് എഴുതിയ ആ ഓദറിന്റെ ആ പിന്നെ എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുമായി ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. ഇതെഴുതിയ എഴുത്തുകാരനുമായി ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല, ഈ കാഴ്ചപ്പാടുമായി ഒരു യോജിപ്പുമില്ലെന്ന് മാത്രമല്ല, ഈ പുസ്തകം അത് ഏതോ സംഘമിറക്കിയതാണ്. നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം വലിയ കബളിപ്പിക്കലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇസ്ലാമുമായി ഒരു ബന്ധമില്ല, ദീനുമായി ഒരു ബന്ധമില്ല, മുഹമ്മദ് നബിയോട് യുദ്ധം ചെയ്യലാണ്, അള്ളാഹിനോട് യുദ്ധം ചെയ്യലാണെന്നൊക്കെ എഴുതി വച്ചിട്ട് പറയുകയാണ് ഇതുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ പുസ്തകം 1979 പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ പേര് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്നല്ല. നേരെ മറിച്ച് 1979 പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ കാണാം ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. 79 ഈ പുസ്തകത്തിൻ്റെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നാണ്. സ്വാഭാവികമായും ഇത്രയും അപകടകരമായ വാദം ആ പുസ്തകത്തിൽ എഴുതി അതിൻ്റെ പുറംചട്ടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എഴുതി വെച്ചാൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ് എന്ന് പൊതുജനം മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ് പേര് മാറ്റി, പുറംചട്ട മാറ്റി, മാറ്റമില്ലാത്ത ഉള്ളടക്കത്തോടെ അവർ പുറത്തിറക്കിയത്. ഇനി മാത്രമല്ല, IPH ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? അവരുടെ സൈറ്റിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ ഔദ്യോഗിക പുസ്തക പ്രസാദാലയമാണ്, ഔദ്യോഗികമാണ്. സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പിന്നെ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആ ഓദറിൻ്റെ വ്യൂവുമായി, അതേടെ കാഴ്ചപ്പാടുമായിട്ട്, വ്യൂസുമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല, ഞങ്ങൾ ഇറക്കിയത് പോലുമല്ല. ഇത് പറയുമ്പോൾ, കോടതിയിൽ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 1-2 മാസത്തിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയും SIO ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിങ് ഈ പുസ്തകം വെച്ചിട്ട് പുസ്തക പരിചയം അവലോകനം നടത്തുകയാണ് തൃശ്ശൂർ ജില്ലയിൽ. അപ്പം എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഇന്ത്യയിലെ മുസ്ലിം പൊതുസമൂഹത്തെ പ്രതിക്കൂട്ടിലേക്ക് വലിച്ചെറിയാണ്. രണ്ടാമതായിക്കൊണ്ട് ഇസ്ലാമിക സമൂഹം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത അപകടകരമായ വാദം മുസ്ലിം ഉമ്മത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തെറിയുകയാണ്.
ഒരു വലിയ ഉമ്മത്തിനെ പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിഞ്ഞു മറുഭാഗത്തുകൂടി ജമാഅത്തെ ഇസ്ലാമി തടിതപ്പുകയാണ്. ഈ രാഷ്ട്രീയ നിലപാട് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വീണ്ടും അവർ പ്രത്യക്ഷത്തിൽ വരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നാണ് ഫാഷിസം, ഇന്ത്യൻ ഫാഷിസം. ആ ഇന്ത്യൻ ഫാഷിസം ഒരു ഭാഗത്ത് അവരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതേ ഒരു RSS, ഒരു മുസ്ലിം RSSനെ മറുഭാഗത്ത് രൂപപ്പെടുത്തുന്ന രൂപത്തിലുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും, രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ലണ്ടനിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ RSSനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം, RSSനും ബ്രദർഹുഡിനും ഒരേ നയം. RSSനും ബ്രദർഹുഡിനും ഒരേ നയം. എന്നിട്ട് ലണ്ടനിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വാചകം, ഈജിപ്തിൽ ഉത്ഭവിച്ച തീവ്രവാദ സംഘടനയാണ് ബ്രദർഹുഡ്. നേരത്തെ പറഞ്ഞില്ല, അബുല്ല മൗദൂദിയുടെ സിദ്ധാന്തം ഈജിപ്തിൽ കൊണ്ടുപോയി അവതരിപ്പിച്ച സയ്യിദ് കുത്തുബിലൂടെ വളർന്ന പ്രസ്ഥാനമാണ് ബ്രദർഹുഡ്. അധികാരത്തിലെത്താൻ ജനാധിപത്യത്തെ ഉപയോഗിക്കുക, അതിനുശേഷം ജനാധിപത്യം അട്ടിമറിക്കുക എന്നതാണ് ഇവരുടെ ആശയം. അപ്പൊ അധികാരത്തിലേക്ക് വരാൻ ജനാധിപത്യത്തെ ഉപയോഗപ്പെടുത്തുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിച്ചെറിഞ്ഞ്, കാരണം നേരത്തെ പറഞ്ഞു വെച്ചാൽ ഇസ്ലാമിനും ഈമാനും ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞു വെച്ച ആദർശത്തെ അട്ടിമറിച്ച് അതിനുശേഷം അവരുടെ ആശയം നടപ്പാക്കുക എന്ന നിലപാട്, അതാണ് ബ്രദർഹുഡ് സ്വീകരിക്കുന്നത്. ഇസ്ലാമിക ലോകം മുഴുവനും അതിൻ്റെ ദുരന്തം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം നാടുകൾ മുഴുവനും അതിൻ്റെ ദുരന്തം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംഘത്തിൻ്റെ അതേ നിലപാടാണ് സ്വീകരിച്ചത് ബ്രദർഹുഡ് എന്ന് രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയി പ്രസംഗിക്കുകയാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല, സീതാറാം യെച്ചൂരി എന്ന CPMന്റെ നേതാവ്, ആ സീതാറാം യെച്ചൂരി എഴുതിയ പുസ്തകം ഹിന്ദുരാഷ്ട്രമോ എന്ന പുസ്തകം, ആ പുസ്തകം അവസാനിപ്പിക്കുന്നിടത്ത് ആ പുസ്തകത്തിന്റെ അവസാന വാചകങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, ഇന്ത്യയെ ഇന്ന് പരീക്ഷിക്കുന്നതിന് ഹിറ്റ്ലർ, ഗോൾവാൾക്കർ, മൗദൂദി, അച്ചുതണ്ടിനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുകയാണ് ആവശ്യം. 3 പേരുകളാണ് അവിടെ എടുത്തു ധരിച്ചത്. ഇന്ത്യയെ ഇന്ന് പരീക്ഷിക്കുന്നതിന് ഹിറ്റ്ലർ, ഗോൾവാൾക്കർ, മൗദൂദി, അച്ചുതണ്ടിനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുകയാണ് ആവശ്യം. ഹിന്ദുരാഷ്ട്രമോ എന്ന പുസ്തകം RSSനെതിരെ എഴുതിയ പുസ്തകമാണ് സീതാറാം യെച്ചൂരി. ഈ RSSനെ എതിർക്കുമ്പോൾ എന്തിനാണ് അബുല്ല മൗദൂദിയെ പറയേണ്ടി വരുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ പറയേണ്ടി വരുന്നത്? കാര്യങ്ങൾ നിരൂപിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദുത്വ എന്ന നിലപാടുമായി RSS അവരുടേതായ പരിസരങ്ങളെ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മുസ്ലിം RSS എന്ന രൂപത്തിൽ മറുഭാഗത്ത് പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. ഇതറിയാതെ, ഇത് മനസ്സിലാക്കാതെ, അവരുടെ കപടമുഖം തിരിച്ചറിയാതെ ഇതിനെ പുൽകുന്ന, അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് ISMന്റെ ബാധ്യതയാണ്, മുജാഹിദ് സംഘത്തിൻ്റെ ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു സംഘടനയോട് വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി വിദ്വേഷം വെച്ച് പുലർത്തുന്നവരല്ല നമ്മൾ. പക്ഷേ അപകടകരമായ ചെളിക്കുണ്ടുകളിലേക്ക് യുവത നടന്നു പോകുമ്പോൾ അതിനെ തടകെട്ടി നിർത്തിയിട്ട് അവർക്ക് ഏറ്റവും സുന്ദരമായ വിശുദ്ധ ദീനിന്റെ ആ പാത തന്നെ പഠിപ്പിച്ച് അതിൽ തുടർത്തിക്കൊണ്ടുപോവുക എന്ന ഏറ്റവും ഉന്നതമായ ദൗത്യം നിർവഹിക്കുന്നവരാണ് മുജാഹിദുകൾ, മുജാഹിദ് പ്രസ്ഥാനം. ബഹുമാനായ ഉമർ മൗലവിയിലൂടെ, KM മൗലവിയിലൂടെ വളരെ ശക്തമായി നടത്തിയ പടയോട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു പരിധിവരെ കേരളത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഈ ചിന്തയെ വിഭാടനം ചെയ്യാൻ അല്ലെങ്കിൽ അകറ്റി നിർത്താൻ നമുക്ക് സാധിച്ചത്. പക്ഷെ ഇന്ന് നമുക്കിടയിൽ KM മൗലവിയില്ല, നമുക്കിടയിൽ ഉമർ മൗലവിയില്ല. നമ്മുടെ അലസതയിലൂടെ ഈ ചിന്താപ്രസ്ഥാനം അല്ലെങ്കിൽ ഈ അപകടകരമായ വാദം മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വത്തെയും രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തെയും തകർത്ത് കളയുന്ന ഈ പ്രത്യയശാസ്ത്രം പല കോലത്തിലും പല വേഷങ്ങളിലും നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവരാൻ, ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധത്തിന്റെ തടകെട്ടാൻ തീർച്ചയായും മുജാഹിദ് യുവതയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ആഴത്തിൽ ചിന്തിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ മാർഗത്തിൽ ദീനിന്റെ ഏറ്റവും ശക്തമായ അഹ്ലുകാരായി ജീവിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉയർന്ന ചിന്തയോടെ പ്രവർത്തിക്കാൻ
നാടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.